എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ട്രൂവനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. ഓക്കെ, അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PSC എക്സാമുകളിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യം ഇപ്പോൾ ഈ അടുത്തുള്ള എക്സാംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കാനുള്ള രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സെന്റൻസ് കൊടുത്തിട്ട് അതിൽ നിന്ന് അഡ്ജക്റ്റീവ് ആണോ അല്ലെങ്കിൽ ആഡ്വർബ് ആണോ വെർബാണോ കൺജങ്ഷൻ ആണോ ഇന്റർജങ്ഷൻ ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അപ്പോൾ ഇതിനകത്ത് ബ്യൂട്ടിഫുൾ അണ്ടർലൈൻ ചെയ്തിട്ട് ഈ ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവ് ആണോ നൗൺ ആണോ ഈ ഒരു രീതിയിലാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ആഡ്വർബ് ഫ്രേസ് എന്താണ്, അഡ്ജക്റ്റീവ് ക്ലോസ് എന്താണ്, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമുക്ക് വേഗം പഠിച്ചെടുക്കാം. ചെറിയ ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. ഓക്കെ, അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് 8ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? പല ആൾക്കാരെ നിങ്ങൾക്ക് അതിനകത്ത് അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കാം. ആദ്യത്തെ നൗൺ ആണ്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നാമം അല്ലേ? നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചു പോകും കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാണ്. അപ്പൊ ആദ്യത്തെ നൗൺ ആണ്. നൗൺ എന്ന് പറഞ്ഞാൽ നാമം. രണ്ടാമത്തെ ഏതാ? നൗണിനെ വിശേഷിപ്പിക്കുന്ന, നാമത്തെ വിശേഷിപ്പിക്കുന്ന ഒരാളുണ്ടല്ലോ, അതാരായിരുന്നു? നമ്മുടെ അഡ്ജക്റ്റീവ് അല്ലേ? അപ്പൊ രണ്ടാമത്തെ ആളെ പഠിച്ചോളൂ, അത് അഡ്ജക്റ്റീവ് ആണ്. മൂന്നാമത്തത് നൗണിന്റെ സ്ഥാനത്ത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിപ്പിറ്റേഷൻ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളുണ്ട് അല്ലേ? പേരെന്തായിരുന്നു? അതിന്റെ പേരാണ് പ്രോനൗൺ. അപ്പൊ നൗൺ, അഡ്ജക്റ്റീവ്, പ്രോനൗൺ. അടുത്തത് ആരാ? നമ്മുടെ ക്രിയ തന്നെ, അതായത് വെർബ്. ഓക്കെ, ഇനി വെർബിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ആഡ്വർബ് എന്ന് പറയാ അല്ലെ? അപ്പൊ 5 നമ്മൾ പറഞ്ഞു. നൗൺ, പിന്നെ എന്തൊക്കെയാ പഠിച്ചേ? അഡ്ജക്റ്റീവ്, പ്രോനൗൺ, വെർബ്, ആഡ്വർബ്. അടുത്തതാണ് കൺജങ്ഷൻ, അതായത് സെന്റൻസുകളെ ജോയിൻ ചെയ്യുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയാ. പിന്നെ പ്രപ്പോസിഷൻ ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് വൺ, 8ാമത്തെ ഏതാണ്? അതാണ് ഇന്റർജങ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇന്റർജങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഇന്റർജങ്ഷൻ. അതായത് ഇപ്പോൾ അലാസ്, ഹുറേ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലെ. അപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് 8ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചു നോക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമുക്ക് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൗൺ, അതായത് നാമത്തിനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കി. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ തൊട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരോ അല്ലെങ്കിൽ ഒരു പ്ലേസിന്റെ പേരോ, ഇതിനൊക്കെയാണ് നമ്മൾ സാധാരണ നൗൺ എന്ന് പറയാം അല്ലേ? എന്നാൽ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക നമ്മുടെ ഐഡിയാസ്, ആശയങ്ങൾ, അതേപോലെ തന്നെ ക്വാളിറ്റി, ഇതിനെ നമ്മൾ നൗണായിട്ട് പറയും കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? നൗൺ ഇസ് എ വേർഡ് ദാറ്റ് നെയിംസ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, ഐഡിയ ഓർ ക്വാളിറ്റി. അപ്പോൾ ഒരു പേഴ്സന്റെ പേരാവാം, ഇപ്പൊ സാറ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ പ്ലേസ്, ഏതെങ്കിലും ഒരു പ്ലേസ് ആവാം കേട്ടോ. ഇപ്പൊ പാരീസ്. തിങ് ആവാം, ഏതെങ്കിലും ഒരു വസ്തു ആവാം, ബുക്ക്, ചെയർ, ആപ്പിൾ എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ ഏതാ? ഐഡിയ വരാം, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആശയങ്ങളൊക്കെ വരാം. ഫ്രീഡം, ഹാപ്പിനെസ്. അപ്പൊ ഹാപ്പി ആണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ആണ്, അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. ഇപ്പൊ പഠിച്ചു പോവാ. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നൗൺ ആണ് കേട്ടോ. ഇനി ക്വാളിറ്റി വരാം, ഓണസ്റ്റി, കൈൻഡ്നെസ്, ബ്രേവറി. ഓക്കെ, അപ്പൊ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ നാമം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരോ ഒരു സ്ഥലത്തിന്റെ പേരോ അല്ലെങ്കിൽ ഒരു തിങ്ങോ ഐഡിയ അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റി, ഇതിനെ കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ? നൗൺ എന്ന് പറയാ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമ്മുടെ നൗൺ എന്ന് പറയുന്നത്, നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ പറഞ്ഞു, പാർട്സ് ഓഫ് സ്പീച്ച് 8ആയിട്ട് വിഭജിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നൗണും 8ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഒന്ന് പ്രോപ്പർ നൗൺ, രണ്ടാമത് കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, കോമ്പൗണ്ട് നൗൺ. ഇങ്ങനെ 8ആയിട്ടാണ് നമ്മുടെ നൗൺസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഫസ്റ്റ് നോക്കുന്നത് പ്രോപ്പർ നൗൺ ആണ്. ആ പേര് പറയുന്ന പോലെ തന്നെ, നിങ്ങളൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട, നമുക്കിതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാം. പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ നോക്കിയേ,
പ്രോപ്പർ ആയിട്ടുള്ള ഒരു പേരുണ്ടാവും അല്ലേ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പേരുണ്ടാവും. അപ്പോൾ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നെയിം ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ തിങ്ങിൻ്റെയോ ഒക്കെ പേരിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോപ്പർ നൗൺ എന്ന് പറയാം. ഓക്കെ, ഡൽഹി ഈസ് മൈ ഫേവറേറ്റ് സിറ്റി. അതേപോലെ തന്നെ സുജാത ഇസ് എ സിംഗർ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കണ്ടോ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പേരുണ്ട് അല്ലേ, ഡൽഹിയിൽ നിന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സുജാത എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്, അതിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുക. സെറ്റ് അല്ലേ, എല്ലാവരും പഠിച്ചല്ലോ. കുറച്ച് എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കൂ കേട്ടോ. അടുത്തത് കോമൺ നൗൺ ആണ്. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ എന്താ, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടേണ്ടതാണല്ലോ കോമൺ നൗൺ. കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കുകൾ അല്ലേ, ഏതൊക്കെ വാക്കുകളാ? ഇപ്പോൾ ബോയ്, സിറ്റി, കൺട്രി, ഫ്രൂട്ട്. അതായത് ഇറ്റ് ഇസ് എ നെയിം ഗിവൺ ഇൻ കോമൺ ടു എവറി പേഴ്സൺ, തിങ് ഓഫ് ദി സെയിം ക്ലാസ് ഓർ കൈൻഡ്. ഓക്കെ, കോമൺ ടു എവ്രി വൺ ആണ്, എവറി പേഴ്സൺ. അതായത് പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ ഞാൻ ഡൽഹി എന്ന് പറയും, അല്ലെങ്കിൽ സുജാത എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ കോമൺ നൗൺ എന്ന് പറയുമ്പോൾ ഞാൻ സുജാതയ്ക്ക് പകരം എന്ത് പറയും, വുമൺ എന്നോ ഗേൾ എന്നോ ഒക്കെ ആയിരിക്കും പറയാം. മനസ്സിലായോ? അപ്പോൾ നമ്മളിങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നൗണിനെയാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയാം. ക്ലിയർ ആവുന്നുണ്ടോ? ബോയ്, സിറ്റി, കൺട്രി, ഫ്രൂട്ട്. ഫ്രൂട്ട് എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. മാംഗോ എന്ന് പറഞ്ഞാലോ എന്തായിട്ട് വരും? അത് നമ്മുടെ പ്രോപ്പർ നൗൺ ആയിട്ട് വരും, കാരണം പ്രോപ്പർ ആയിട്ടുള്ള പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ടെണ്ണം എല്ലാവരും പഠിച്ചില്ലേ? അപ്പോൾ നമ്മൾ പ്രോപ്പർ നൗണും പറഞ്ഞു, കോമൺ നൗണും പറഞ്ഞു. ഇനി അതിൻ്റെ തന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ പ്രോപ്പർ നൗണിൽ ഒരു എക്സാമ്പിൾ വിഷ്ണു. കോമൺ നൗൺ ആയപ്പോൾ എന്ത് പറ്റിയത്? ബോയ് ആയി അല്ലേ. വിഷ്ണു എന്ന് പറയുന്നത് കോമൺ നൗൺ ആയിട്ട് വരുമ്പോൾ ബോയ്. പ്രോപ്പർ നൗണിൽ ഇന്ത്യ, കോമൺ നൗൺ വന്നു കഴിഞ്ഞപ്പോൾ അത് കൺട്രി. ഓക്കെ, ഗംഗ, റിവർ. മനസ്സിലായില്ലേ? ആ ഒരു ഡിഫറൻസ് എല്ലാം മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കോമൺ നൗൺ? കോമൺ നൗൺ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് പ്രോപ്പർ നൗൺ ഏത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അല്ലേ. ഏതാണ് പ്രോപ്പർ നൗൺ ആയിട്ട് വരുന്നത്? കൺട്രി എന്ന് പറയുന്ന കോമൺ നൗൺ ആണ്, ഗേള് കോമൺ നൗൺ ആണ്, റിവർ കോമൺ നൗൺ ആണ്. നമ്മുടെ ആൻസർ ഇന്ത്യ, അത് പ്രോപ്പർ ആണ്, കാരണം പ്രോപ്പർ ആയിട്ടുള്ള പേരുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് കയറാം. അടുത്തതാണ് നമ്മുടെ കളക്റ്റീവ് നൗൺ. ഓക്കെ, കളക്റ്റീവ് നൗൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു വിധപ്പെട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഗ്രൂപ്പ് അല്ലെ, ഒരു കളക്ഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ടീം അല്ലേ, ടീമിൽ കുറേ ആൾക്കാരുണ്ടല്ലോ. അതേപോലെ തന്നെ കമ്മിറ്റി, കമ്മിറ്റി എന്ന് പറയുമ്പോഴും കുറച്ചധികം ആൾക്കാരുണ്ട് അല്ലേ. ആർമി, ജൂറി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കളക്റ്റീവ് നൗണിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് പഠിച്ചേക്കുക. നമ്മുടെ PSC എക്സാമുകളിൽ കമ്മിറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ സ്പെല്ലിംഗ് എന്താ? COMMITTEE കേട്ടോ. അപ്പോൾ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചധികം ആൾക്കാരില്ലേ. അപ്പോൾ 2 M ഉണ്ട്, 2 T ഉണ്ട്, 2 E ഉണ്ട്. ഓക്കെ, കുറച്ചധികം ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാം 2 വീതം ഉണ്ടെന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കളക്റ്റീവ് നൗൺ. ഒരു കളക്ഷനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടീം പോലെയും അതേപോലെ തന്നെ കമ്മിറ്റി, ആർമി, ജൂറി, ഇതെല്ലാം നമ്മുടെ കളക്റ്റീവ് നൗണിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മൾ 3 പഠിച്ചു. 4ാമത്തെ നമ്മുടെ നൗണാണ് മെറ്റീരിയൽ നൗൺ. ആ പേരിൽ പറയുന്ന പോലെ തന്നെ മെറ്റീരിയലിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ത് മെറ്റീരിയൽ? നമ്മുടെ സിൽവർ, ഗോൾഡ്, വുഡ്, പ്ലാസ്റ്റിക് എന്നൊക്കെ പറയുന്ന പോലെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ നൗൺ. അതിൻ്റെ മെറ്റീരിയലിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഏത് സബ്സ്റ്റൻസ് ആണ്, മെറ്റീരിയൽ ആണ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അപ്പോൾ അതിൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ നോക്കാം. ദ നെക്ലസ് ഇസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. കണ്ടോ? അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെറ്റീരിയൽ നൗൺ. ഓക്കെ, അപ്പോൾ 4 സെറ്റ് ആണല്ലോ. ഒന്ന് പറഞ്ഞു നോക്കി. ഫസ്റ്റ് നമ്മൾ പഠിച്ചേ പ്രോപ്പർ നൗൺ പഠിച്ചു. രണ്ടാമത്തേത് നമ്മൾ ഡിസ്കസ് ചെയ്തേ കോമൺ അല്ലെ, കോമൺ ആയിട്ട് പറയുന്ന പേര് കോമൺ നൗൺ ഡിസ്കസ് ചെയ്തു. 3ാമത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏതായിരുന്നു? നമ്മുടെ കളക്റ്റീവ് നൗൺ ഡിസ്കസ് ചെയ്തു. 4ാമത് നമ്മൾ മെറ്റീരിയൽ നൗണും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 5ാമത്തെ നോക്കാം. 5ാമത്തെയാണ് നമ്മുടെ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? അതിനകത്ത് നമ്മുടെ ഫീലിങ്സ് ഒക്കെ വരില്ലേ. അതായത് നമുക്കിങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയിട്ട് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ, അതായത് ഫീലിങ്സ്, ഇമോഷൻസ്, ആക്ഷൻസ്, ഇതൊക്കെയാണ് നമ്മുടെ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. നമുക്ക് ടച്ച് ചെയ്തൊന്നും അറിയാൻ പറ്റില്ല. ദാറ്റ് ക്യാൻ ഓൺലി ബി ഫെൽറ്റ് അല്ലേ, നമുക്ക് മനസ്സിലാക്കി എടുക്കാനേ പറ്റുള്ളൂ അല്ലേ. അപ്പം അങ്ങനെയുള്ള നൗണിനെയാണ് നമ്മൾ എന്ത് പറയുക? അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുക. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓണസ്റ്റി അല്ലേ, നമുക്ക് തൊട്ട് നോക്കി അറിയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ബ്രേവറി,
അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരിക. ഈ അബ്സ്ട്രാക്ട് നൗൺ സാധാരണ നമ്മൾ സിംഗുലർ ഫോമിലാണ് യൂസ് ചെയ്യുക കേട്ടോ. അറിഞ്ഞു വെച്ചേക്കണേ, അബ്സ്ട്രാക്ട് നൗൺ നമ്മൾ സാധാരണ സിംഗുലർ ഫോമിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ 5 എല്ലാവർക്കും സെറ്റ് ആയല്ലോ. നമുക്കിനി 6ാമത്തേലേക്ക് കയറാം. 6ാമത്തേത് കൗണ്ടബിൾ നൗൺ ആണ് കേട്ടോ. ആരാണ്? കൗണ്ടബിൾ നൗൺ. ആ പേരിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നൗണിനെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺ എന്ന് പറയുക. അതേപോലെ തന്നെ അൺകൗണ്ടബിൾ നൗണും ഉണ്ട്. അതായത് നമ്മൾ നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒന്നിനെയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുക. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കോൺകോഡ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൗണ്ടബിൾ നൗൺ നമ്മൾ പറഞ്ഞു ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് കൗണ്ടബിൾ നൗൺ. സ്റ്റുഡൻസ് എന്ന് നമ്മൾ പറയും അല്ലേ. സ്റ്റുഡൻസ്, ദർ ആർ മെനി സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ സ്റ്റുഡൻസ് ഉണ്ട്, ആപ്പിൾസ് ഉണ്ട്, ഇതെല്ലാം നമ്മുടെ കൗണ്ടബിൾ നൗണിൻ്റെ എക്സാമ്പിളാണ്. നിങ്ങൾ തന്നെ കുറച്ച് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു നോക്കൂ കേട്ടോ. പിന്നെ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നമ്പർ രൂപത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് അല്ലേ. ഇപ്പോൾ PSയുടെ ഫേവറേറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാം. ഓക്കെ, വാട്ടർ ഉണ്ട്, മിൽക്ക്, ഇൻഫർമേഷൻ, ന്യൂസ്, അഡ്വൈസ്, ഫേർണിച്ചർ, ബഗേജ്, എക്യൂപ്മെൻറ്റ്, ഇങ്ങനെ ഇവിടെ നമ്മളൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഫോർ ടൈം ബീയിങ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇപ്പോൾ വാട്ടർ ആണെങ്കിലും നമ്മൾ കൗണ്ടബിൾ രീതിയിലല്ലല്ലോ നമ്മൾ പറയാം അല്ലേ. അപ്പോൾ വാട്ടർ ആണെങ്കിലും അതേപോലെ തന്നെ ഫേർണിച്ചർ, ബഗേജ്, എക്യൂപ്മെൻറ്റ്, ഇതെല്ലാം നമ്മുടെ PSയുടെ ഫേവറേറ്റ് ആണ്. ഈ അടുത്ത് കട്ട്ലറി എന്നുള്ള വേർഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അറിഞ്ഞു വെച്ചേക്കാം, ഇതിനെയെല്ലാം നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കൗണ്ടബിൾ പഠിച്ചു, അതേപോലെ തന്നെ അൺകൗണ്ടബിൾ നൗണും പഠിച്ചു. 7 എണ്ണം പഠിച്ചു. ഇനി നമ്മുടെ ലാസ്റ്റ് ആണ് കോമ്പൗണ്ട് നൗൺ. ഈ കോമ്പൗണ്ട് നൗൺ എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ വേർഡ് മെയ്ഡ് ബൈ ജോയിനിങ് 2 or more വേർഡ്സ് ടു ഫോം എ ന്യൂ സിംഗിൾ ഐഡിയ. ഓക്കെ, പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം കോമ്പൗണ്ട് ആയിട്ട് അല്ലേ. അപ്പോൾ ഇറ്റ്സ് എ വേർഡ് മെയ്ഡ് ബൈ ജോയിനിങ് 2 or more വേർഡ്സ്, 2ഓ അതിലധികമോ വേർഡ്സ് കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് നൗൺ എന്ന് പറയുക. അപ്പോൾ ആ കോമ്പൗണ്ട് നൗണ് ഒരു വേറൊരു ഐഡിയ ആയിരിക്കും, ഒരു പുതിയൊരു ഐഡിയ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെ നമുക്ക് പല രീതിയിൽ പറയാം. സ്പേസ് ഇട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഐസ്ക്രീം, ഐസ്ക്രീം, ഐസ് എന്നുള്ള വേർഡും ക്രീം എന്നുള്ള വേർഡും കൂടി അല്ലേ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഐസ്ക്രീം എന്നുള്ള കോമ്പൗണ്ട് നൗണ് ഫോം ചെയ്തു. പിന്നെ ബെഡ്റൂം. അപ്പോൾ ഐസ്ക്രീം ആണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതെ, ഇപ്പോൾ ബസ് സ്റ്റോപ്പ്, നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ബസ് സ്റ്റോപ്പ്. ഓക്കെ, ബസ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ടാണ് സ്റ്റോപ്പ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതേപോലെ സ്പേസ് ഇട്ടിട്ട് നമുക്ക് കോമ്പൗണ്ട് നൗണ് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ സ്പേസ് ഇല്ലാണ്ടും നമുക്ക് ഇടാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെഡ്റൂം. ഓക്കെ, അവിടെ സ്പേസ് ഇല്ല, ബെഡ്റൂം. ഓക്കെ, അതേപോലെ തന്നെ ഹൈഫൻ ഇട്ടിട്ട് നമുക്ക് പറയാൻ പറ്റും എക്സ്റേ. കണ്ടോ, എക്സ് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ടാണ് റേ വന്നിട്ടുള്ളത്. അപ്പോൾ 2ഓ അതിലധികമോ വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു നൗണിനെയാണ് നമ്മൾ എന്ത് പറയുക? കോമ്പൗണ്ട് നൗൺ എന്ന് പറയാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ 8 എണ്ണം പറഞ്ഞു അല്ലേ. ഏതാണ്ടൊക്കെ ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കണു. ഇനി അതേപോലെ തന്നെ നമ്മൾ കളക്റ്റീവ് നൗണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ കളക്റ്റീവ് നൗൺ ഇപ്പോൾ നമ്മുടെ എക്സാമുകളിൽ ചോദിക്കുന്നുണ്ട്. വൊക്കാബുലറി പോർഷനിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കളക്റ്റീവ് നൗൺ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡിലൊന്ന് ഓടിച്ചു നോക്കാം. ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ കളക്റ്റീവ് നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കുറേ ചിക്കൻ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക? ബ്രൂഡ് ഓഫ് എന്ന് വേണം പറയാനായിട്ട്. എന്താ പറയുക? ബ്രൂഡ് ഓഫ്. അങ്ങനെ ഓരോന്നിനും നമുക്ക് ഓരോ വാക്കുകളുണ്ട്. ആ വാക്കുകൾ യൂസ് ചെയ്താലേ നമുക്ക് കറക്റ്റ് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബ്രൂഡ് ഓഫ് ചിക്കൻ എന്ന് പറയണം, അല്ലാതെ ഫ്ലീറ്റ് ഓഫ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റോങ്. അപ്പോൾ നമുക്കതൊന്ന് വേഗം പഠിച്ചെടുക്കാം. ബ്രൂഡ് ഓഫ് ചിക്കൻ. ഓക്കെ, ബ്രൂഡ് ഓഫ് ചിക്കൻ. ഇനി ഫ്ലീറ്റ് ഓഫ് കാർസ്, ഷിപ്സ്. ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. ചെറിയ മെമ്മറി കണക്ഷൻസും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകാം കേട്ടോ. ബ്രൂഡ് ഓഫ് ചിക്കൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രൂഡ് എന്ന് പറയുമ്പോൾ ബ്രെഡ് ആലോചിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ബ്രെഡും ചിക്കൻ കറിയുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ബ്രൂഡ് ഓഫ് ചിക്കൻ. ഇനി ഫ്ലീറ്റ് ഓഫ് ഏതൊക്കെയാണ് വരുന്നത്? കാർസും ഷിപ്സും. ഫ്ലീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാരിയുടെയൊക്കെ ഫ്ലീറ്റ് പോലെ ഒന്ന് ആലോചിക്കാം അല്ലേ. നമ്മൾ സാരിയുടെ ഫ്ലീറ്റ് ഒക്കെ എടുത്തിട്ട് കാറിലാണ് പോകണമെന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്ലീറ്റ് ഓഫ് കാർസും അതിൻ്റെ കൂടെ ഷിപ്സും ഉണ്ട്.
രണ്ടെണ്ണം നോക്കിയല്ലേ. ഇനി മൂന്നാമത്തെ നോക്കിയേ, കമ്പനി ഓഫ് ആരൊക്കെയാണ്? കമ്പനി ഓഫ് പാരറ്റ്സ്, പ്ലേയേഴ്സ്, ആക്ടേഴ്സ്, സോൾജേഴ്സ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനി ഓഫ് പാരറ്റ്സ്, പ്ലേയേഴ്സ്, ആക്ടേഴ്സ്, സോൾജേഴ്സ്. നമ്മൾ ഈ പാരറ്റ് ആയിട്ടൊക്കെ കമ്പനി ആവാൻ ശ്രമിക്കും അല്ലേ? പാരറ്റിനോട് അങ്ങോട്ട് സംസാരിക്കുന്നു, തിരിച്ച് സംസാരിക്കാനൊക്കെ നോക്കുന്നു, അങ്ങനെ കമ്പനി ആവാൻ നോക്കും എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. അതേപോലെ തന്നെ പ്ലേയേഴ്സിൻ്റെ അടുത്തും നമ്മൾ കമ്പനി ആവാൻ നോക്കും എന്നുള്ള രീതിയിൽ ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. ആക്ടേഴ്സിൻ്റെ അടുത്തും സോൾജേഴ്സിൻ്റെ അടുത്തും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, വാച്ച് ഓഫ് നൈറ്റിംഗേൽ. ഓക്കെ, നൈറ്റിംഗേലിനെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്താ പറയുക? വാച്ച് ഓഫ് എന്ന് വേണം പറയാനായിട്ട്. അവിടെ പോയിട്ട് കമ്പനി ഓഫ് പറയരുത് കേട്ടോ. വാച്ച് ഓഫ് നൈറ്റിംഗേൽ. അപ്പം നൈറ്റിൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ആരാ? നമ്മുടെ വാച്ച്മാൻ ആണ് എന്നുള്ള രീതിയിൽ ഓർക്കാലോ. വാച്ച് ഓഫ് നൈറ്റിംഗേൽ. അടുത്തത് നമ്മുടെ PSCയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്വാം ഓഫ് ആരൊക്കെയാണ് വരുന്നത്? സ്വാം ഓഫ് റാറ്റ്സ്, സ്വാം ഓഫ് ഫ്ലൈസ്, സ്വാം ഓഫ് ബീസ്. ഓക്കെ, അപ്പോൾ റാറ്റ്സ്, ഫ്ലൈസ്, ബീസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്വാം ഓഫ് പറയുക. നമുക്ക് മെമ്മറിയിൽ നിൽക്കാനായിട്ട് ജസ്റ്റ് ഓർക്കുക, ഈ റാറ്റ്സ് ചത്ത് കഴിയുമ്പോൾ അതിന് ചുറ്റിനും ഫ്ലൈസും ബീസും ഉണ്ടാവും അല്ലേ? ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയാൽ, റാറ്റ്സ് ചത്ത് കഴിയുമ്പോൾ അതിന് ചുറ്റിനും ഫ്ലൈസും ബീസൊക്കെ ഉണ്ടാവും. ഇനി നമ്മുടെ റാറ്റ് ചത്തത് വാം വാട്ടറിലാണെന്ന് ഓർക്കാം. അങ്ങനെ വാം എന്നുള്ള രീതിയിൽ നമുക്ക് സ്വാം ആയിട്ട് കണക്ട് ചെയ്യാം. സ്വാം ഓഫ് റാറ്റ്സ്, ഫ്ലൈസ്, ബീസ്. ഓക്കെ, അടുത്തത് ബറി ഓഫ് ആണ്. ബറി ഓഫ് റാബിറ്റ് ആണ് അല്ലേ? നമ്മുടെ റാബിറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കുഴീന് എന്താ പറയുക? ബുറോ എന്ന് പറയില്ലേ? അതേപോലെ ബറി ഓഫ് റാബിറ്റ്. നെക്സ്റ്റ് ഇസ് മസ്റ്റർ ഓഫ് പീകോക്ക് അല്ലേ? പീകോക്ക് നമ്മുടെ നാഷണൽ ബേർഡ് ആണ്, എല്ലാവരും മസ്റ്റായിട്ട് കണ്ടിരിക്കണം എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. സോ മസ്റ്റർ ഓഫ് പീകോക്ക്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിക്കുക, ബ്രൂഡ് ഓഫ് ചിക്കൻ, ഫ്ലീറ്റ് ഓഫ് കാർസ്, ഷിപ്സ്, കമ്പനി ഓഫ് parrots, players, actors, soldiers, watch of nightingale, swarm of rats, flies, bees, bury of rabbit, muster of peacock. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? പാർലമെന്റ് ഓഫ് ഔൾ. ഓക്കെ, അതൊന്ന് പഠിച്ചു പോവാ. പാർലമെന്റ് ഓഫ് ഔൾ ആണ്. ലിറ്റർ ഓഫ് കപ്സും പപ്പീസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ പപ്പീസ്, ഇഷ്ടംപോലെ പപ്പീസ് ഉണ്ട്. അപ്പോൾ പപ്പീസിന് ഈ കപ്പിൽ ലിറ്റർ കണക്കിന് വെള്ളം കൊടുത്തു എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം കേട്ടോ. പപ്പീസിന് കപ്പിൽ ലിറ്റർ കണക്കിന് വെള്ളം കൊടുത്തു എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. സ്പെല്ലിംഗ് ഒക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർക്കുക. ഇനി അതേപോലെ സ്കൾക്ക് ഓഫ് ഏതാ വരിക? ഫോക്സ് ആണ്. അപ്പോൾ നമ്മുടെ ഫോക്സിൻ്റെ ഒരു സ്കള്ള് നമ്മൾ പറയില്ലേ, കുറുക്കൻ്റെ ഒക്കെ ഒരു തല എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ സ്കള്ള് പോലെ സ്കൾക്ക് എന്ന് ഓർക്കാം. സ്കൾക്ക് ഓഫ് ഫോക്സ് ആണ്. അടുത്തത് കൊയർ ഓഫ് എന്തിൻ്റെ കൂടെ നമ്മൾ പറയാം? സിംഗേഴ്സ്. അതറിയായിരിക്കുമല്ലോ അല്ലേ? നമ്മൾ സിംഗേഴ്സിനൊക്കെ കൊയർ എന്നൊക്കെ യൂസ് ചെയ്യാറില്ലേ? പിന്നെ പൊസെ ഓഫ് പോലീസിൻ്റെ ഒക്കെ ഒരു പോസ് അല്ലേ? പൊസെ ഓഫ് പോലീസിൻ്റെ ഒക്കെ ഒരു പോസ്. ആ യൂണിഫോം ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഇമേജ് ഒക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഇനി സ്കൂൾ ഓഫ് നമ്മൾ ആരുടെ കൂടെയാണ് പറയുക? വെയിൽസ് പറയും അല്ലേ? ഫിഷിൻ്റെ കൂടെ പറയും, അതേപോലെ തന്നെ വെയിൽസ് ഒക്കെ പറയും കേട്ടോ. സ്കൂൾ ഓഫ് വെയിൽസ് അല്ലെങ്കിൽ ഫിഷസ് എന്നൊക്കെ നമുക്ക് പറയാം, ഫിഷിൻ്റെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം, നമ്മൾ ഈ സ്കൂളിൽ പോകുമ്പോൾ വെയിലടിച്ചു എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. ഓക്കെ, അതേപോലെ തന്നെ സ്കൂളിൽ നമ്മൾ ഫിഷ് കറി കൊണ്ടുപോയി ഓർക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെറിയ എന്തെങ്കിലും കണക്ഷൻസ് ഒക്കെ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് തെറ്റാണ്ട് നോക്കാം. അപ്പോൾ പാർലമെന്റ് ഓഫ് ഔൾ നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ക്രൂ ഓഫ് സെയിലേഴ്സ് ആണ്. അതറിയായിരിക്കും അല്ലേ? അപ്പോൾ ക്രൂ ഓഫ് സെയിലേഴ്സ്, പാർലമെന്റ് ഓഫ് ഔൾ, ലിറ്റർ ഓഫ് കപ്സ് പപ്പീസ്, സ്കൾക്ക് ഓഫ് ഫോക്സ്, കൊയർ ഓഫ് സിംഗേഴ്സ്, പൊസെ ഓഫ് പോലീസ്, സ്കൂൾ ഓഫ് വെയിൽസ്, ഫിഷ്, അതുപോലെ തന്നെ ക്രൂ ഓഫ് സെയിലേഴ്സ്. ഇത്ര എല്ലാവർക്കും സെറ്റ് അല്ലേ? ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ എല്ലാവരും ഒന്നും കൂടെ വായിച്ച് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കും, കാരണം നമുക്ക് എക്സാമിന് 4 ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്തേക്ക് നമുക്ക് കയറാം. ബെഞ്ച് ഓഫ് ഏതൊക്കെയാണ്? ജഡ്ജസും മജിസ്ട്രേറ്റ്സും. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ അടുത്ത എക്സാമിന് അടക്കം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ബെഞ്ച് ഓഫ് ജഡ്ജസ്, മജിസ്ട്രേറ്റ്സ്. പാനൽ ഓഫ് എക്സ്പേർട്സ് അല്ലെ? എക്സ്പേർട്സിൻ്റെ ഒക്കെ ഒരു പാനൽ ഓഫ് എക്സ്പേർട്സ്, ബെഞ്ച് ഓഫ് ജഡ്ജസ്, മജിസ്ട്രേറ്റ്സ്. ഇനി ട്രൂപ്പ് ഉണ്ട്, 2 ട്രൂപ്പ് ഉണ്ട്. 2 ഓയുള്ള ട്രൂപ്പ് ആണെങ്കിൽ അതിൽ 2 ഓയുള്ള കാങ്ക്രൂ ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്ത് വയ്ക്കാം. അല്ലെങ്കിൽ രണ്ടും തമ്മിൽ ചിലപ്പോൾ നമുക്ക് എക്സാമിന് ഇരിക്കുമ്പോൾ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ട്രൂപ്പ് TROOP. ഓക്കെ, 2 ഓയുള്ള ട്രൂപ്പ് ആണെങ്കിൽ മങ്കി, കാങ്ക്രൂ. ഓക്കെ, അടുത്ത ട്രൂപ്പ് ആണെങ്കിലോ ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ്, ഡാൻസേഴ്സ്, പെർഫോമേഴ്സ്. സെറ്റ് അല്ലേ? ട്രൂപ്പ് ഓഫ് നമ്മൾ പറയില്ലേ, ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ ഒരു ട്രൂപ്പ് അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, ടീം ഓഫ് ഏതൊക്കെയാണ്? ടീം ഓഫ് അതേപോലെ തന്നെ സ്റ്റഡ് ഓഫ് നമ്മൾ പറയുന്നത് ഹോഴ്സസിൻ്റെ കൂടെയാണ് കേട്ടോ. ടീം ഓഫ്, സ്റ്റഡ് ഓഫ് ഏതാണ്? ഹോഴ്സസ്. ഈ ഹോഴ്സസിനെ ഓരോ ടീമിൽ ചേർത്തു എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം.
അതേപോലെ തന്നെ സ്റ്റഡൊക്കെ ഇടിപ്പിച്ചിട്ട് ഹോഴ്സിനെ ഓരോ ടീമിൽ ചേർത്തു എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത് ഫ്ലൈറ്റ് ഓഫ് ആണ്. ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്, ബേർഡ്സ്, ഡൗസ്, ഇൻസെക്ട്സ്, ബട്ടർഫ്ലൈ. ഓക്കെ, അപ്പോൾ ഫ്ലൈറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റ് ഓഫ് എന്തൊക്കെയാണ്? ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്, ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, ഫ്ലൈറ്റ് ഓഫ് ഡൗസ്, ഇൻസെക്ട്സ്, ബട്ടർഫ്ലൈ. ഇതിൻ്റെയൊക്കെ നമ്മൾ ഒരു എന്താ പറയുക ഗ്രൂപ്പിനെ പറയുന്ന ഒരു ടേമാണ് ഫ്ലൈറ്റ് ഓഫ് കേട്ടോ. നമ്മൾ ഫ്ലൈറ്റിൽ കയറാനായിട്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. ആ ഫ്ലൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞ് സ്റ്റെയേഴ്സൊക്കെ ഇങ്ങനെ കയറി വരികയാണേ. സ്റ്റെയേഴ്സൊക്കെ കയറി നമ്മൾ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. വെറുതെ ഒന്ന് മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബേർഡ്സ് ഉണ്ട്, ഡൗസ് ഉണ്ട്, ഇൻസെക്ട്സ് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്. ജനലിൽ കൂടെ നമ്മൾ ഇതൊക്കെ കാണുകയാണെന്ന് വെറുതെ ഒന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് വൺ കോളനി ഓഫ് ബാറ്റ്സ്, ആൻസ്, ഫ്രോക്സ്. ഒരു കോളനി എന്ന് പറയുമ്പോൾ ഒരു ജസ്റ്റ് ഒരു കോളനി ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നേ. അതിനകത്ത് കുറേ വവ്വാലുകളുണ്ട് അല്ലേ, ബാറ്റ്സ് ഉണ്ട്, ആൻസ് ഉണ്ട്, ഫ്രോക്സ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ, ബെഞ്ച് ഓഫ് ജഡ്ജസ്, മജിസ്ട്രേറ്റ്സ്, പാനൽ ഓഫ് എക്സ്പേർട്സ്. 2 ട്രൂപ്പ് ഉണ്ട്. 2 ഓയുള്ള ട്രൂപ്പ് ആണെങ്കിൽ 2 ഓയുള്ള നമ്മുടെ കാംഗ്രൂ ഉണ്ട്, കൂടെ മങ്കി ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. മറ്റേ ട്രൂപ്പ് ആണെങ്കിൽ എന്താ, ആർട്ടിസ്റ്റ്, ഡാൻസേഴ്സ്, പെർഫോമേഴ്സ്. ഓക്കെ, പിന്നെ ടീം ഓഫ് സ്റ്റഡ് ഓഫ് ഹോഴ്സസ്, ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്, ബേർഡ്സ്, ഡൗസ്, ഇൻസെക്ട്സ്, ബട്ടർഫ്ലൈ, കോളനി ഓഫ് ബാറ്റ്സ്, ആൻസ്, ഫ്രോക്സ്. കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ. ഇതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ് നമ്മൾ പതുക്കെ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഫ്ലോട്ടില ഓഫ്. ഫ്ലോട്ടില ഓഫ് വരുന്നത് ബോട്ട്സ് ആണ് അല്ലേ. ബോട്ട്സ് ഒക്കെ അങ്ങനെ ഫ്ലോട്ട് ചെയ്യുമല്ലോ, അങ്ങനെ ഓർത്ത് വയ്ക്കാമല്ലോ. അപ്പോൾ ഫ്ലോട്ടില ഓഫ് ബോട്ട്സ്. ഗ്യാങ് ഓഫ്. ഗ്യാങ് ഓഫ് ഏതൊക്കെയാണ്? കള്ളന്മാരുടെ, പ്രിസണേഴ്സ്, തീവ്സ്. ബെവേ ഓഫ് ബ്യൂട്ടീസ്, ലേഡീസ് അല്ലേ. BV എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലേ. നല്ല ബ്യൂട്ടിഫുൾ ആണ് നല്ല രീതിയിലൊക്കെ. ബ്യൂട്ടീസ്, ലേഡീസ്. ലോഫ് ഓഫ് ബ്രെഡ് ആണ്, ലോഫ് ഓഫ് ബ്രെഡ്. ലൈബ്രറി ഓഫ് ഷെൽഫ് ഓഫ് പൈൽ ഓഫ് ബുക്സ് ആണ്. ലൈബ്രറി ഓഫ് ഷെൽഫ് ഓഫ് പൈൽ ഓഫ് ബുക്സ്. ലൈബ്രറിയിൽ ഇഷ്ടംപോലെ ഷെൽഫ് ഉണ്ട്, അതിൽ പൈൽ ഓഫ് ബുക്സ് ഉണ്ട് അല്ലേ. നമ്മുടെ ലൈബ്രറിയിൽ ഇഷ്ടംപോലെ ഷെൽഫ് ഉണ്ട്, അതിൽ പൈൽ ഓഫ് ബുക്സ് ഉണ്ട്, ഒരുപാട് ബുക്സ് ഉണ്ട്. ഡെക്ക് ഓഫ്, പാക്ക് ഓഫ്, ഹാൻഡ് ഓഫ് കാർഡ്സ്. ഓക്കെ, അപ്പോൾ കാർഡ്സ് കളിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, നമ്മളിങ്ങനെ ഡെസ്കിലൊക്കെ വെച്ചിട്ട് കളിക്കുക. അപ്പോൾ അതേപോലെ ഡെസ്ക് പോലെ ഡെക്ക് എന്ന് ആലോചിക്കാം. പിന്നെ നമ്മുടെ കാർഡ്സിൻ്റെ ഒക്കെ ഒരു പാക്കറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ പാക്ക് ഓഫ്. പിന്നെ നമ്മൾ കൈ വെച്ചിട്ടല്ലേ കളിക്കുന്നത്, ഹാൻഡ് ഓഫ് കാർഡ്സ്. ഓക്കെ, ഇത്രയും എല്ലാവർക്കും ഓക്കെ ആണോ? കിട്ടുന്നുണ്ടോ? വളരെ സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് വായിച്ചൊന്ന് സെറ്റ് ആക്കണം കേട്ടോ. ഞാൻ അത്യാവശ്യം സ്പീഡിലാണ് പോയിട്ടുള്ളത്. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിച്ച് കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഓക്കെ ആവും. ഇനി നമ്മുടെ ലാസ്റ്റ് ഒരു പോയിന്റും കൂടി ഉണ്ട് കേട്ടോ. അതായത് if a preposition comes after noun, then the same noun is repeated. The noun should be used in singular form. അതായത് ഇപ്പോൾ ആഫ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ ആണ്. പ്രപ്പോസിഷനൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്യും കേട്ടോ. അതായത് ഇപ്പോൾ ഇന്ന്, ഓണ്, ഫോർ, ഓഫ് എന്നൊക്കെ പറയുന്ന പോലെ. അതേപോലെ ആഫ്റ്റർ. അപ്പോൾ ആഫ്റ്ററിൻ്റെ മുമ്പിൽ ഇവിടെ നോക്കിയേ ഒരു നൗൺ വന്നു. ഇതേ നൗൺ തന്നെയാണ് ആഫ്റ്ററിന് ശേഷവും വരണമെങ്കിൽ ഇവർ രണ്ടുപേരും സിംഗുലർ എന്നുള്ള രീതിയിൽ ഇരിക്കണം. അതായത് നമുക്ക് ടൗൺസ് എന്ന് പറയാൻ പാടില്ല. മനസ്സിലായോ? ടൗൺസ് ആഫ്റ്റർ ടൗൺസ് എന്ന് കൊടുത്താൽ തെറ്റാ. കാരണം കണ്ടോ, ഇത് പ്ലൂറലായില്ലേ, ഇവിടെയും പ്ലൂറലല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. നമ്മൾ എങ്ങനെ പറയണം? ടൗൺ ആഫ്റ്റർ ടൗൺ എന്ന് പറയണം. ഇനി ഈ അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ. സിറ്റി ആഫ്റ്റർ സിറ്റി. ആഫ്റ്ററിന് മുമ്പിൽ സിറ്റി, ആഫ്റ്ററിന് ശേഷവും സിറ്റി. ഓക്കെ, സിറ്റീസ് ആഫ്റ്റർ സിറ്റീസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റോങ്. ഇനി ഇതിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിംഗുലർ വെർബ് തന്നെ യൂസ് ചെയ്യണം എന്ന് നിർബന്ധമാണ്. ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു പോവുക, എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നമ്മൾ നമ്മുടെ നൗണിനെ കുറിച്ച് ഇവിടെ വിശദമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എത്ര തരത്തിലുള്ള നൗൺസ് ഉണ്ട്? 8 തരത്തിലുള്ള നൗൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? എല്ലാവരുടെയും മൈൻഡിലേക്ക് ഒന്ന് പോരട്ടെ. ഏതൊക്കെയായിരുന്നു നമ്മുടെ 8 തരത്തിലുള്ള നൗൺസ്? ഒന്ന് പറഞ്ഞു നോക്കൂ. ഫസ്റ്റ് വൺ പ്രോപ്പർ നൗൺ അല്ലേ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു പേരുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കോമൺ നൗൺ. കോമൺ ആയിട്ട് പറയുന്നത് ബോയ്, ഗേൾ എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ ഏതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തേ? നമ്മുടെ കളക്റ്റീവ് നൗൺ. ഒരു കളക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ടീം, കമ്മിറ്റി എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. ഒരു കളക്ഷനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 4ാമത് നമ്മൾ പഠിച്ചതാണ് നമ്മുടെ മെറ്റീരിയൽ നൗൺ. മെറ്റീരിയലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അബ്സ്ട്രാക്റ്റ് നൗൺ, ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ കൗണ്ടബിൾ നൗൺ, നമ്മുടെ അൺകൗണ്ടബിൾ നൗൺ. പിന്നെ കോമ്പൗണ്ട് നൗൺ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഒന്നിൽ കൂടുതൽ വേർഡ്സ് കൊണ്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വേർഡിനെയാണ് നമ്മൾ കോമ്പൗണ്ട് നൗൺ എന്ന് പറയുക. പിന്നെ നമ്മൾ കളക്റ്റീവ് നൗണിൻ്റെ കുറച്ച് എക്സാമ്പിൾസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.